16 പേര് അതിനകത്ത് സ്പോട്ടിൽ മരിക്കും എന്നുള്ള രീതിയിൽ എന്നെ ഒന്ന് വെല്ലുവിളിക്കുന്ന പോലെയാണ് എനിക്കൊരു ടെലിപ്പതിയായിട്ട് കിട്ടിയത്. പക്ഷെ അത് ആതിരപ്പള്ളി തന്നെയാണ് എനിക്ക് പിന്നെയും ഞാൻ ചെയ്തപ്പം കണ്ടത്. അപ്പോൾ അത് 3 പേരായിട്ടാണ് കണ്ടത്. 3 പേര് വെള്ളത്തിൽ പോകും, താഴെ പോകും. അതിലൊരാളാണ് അപകടത്തിൽപ്പെടുന്നത്. അതൊരു ചെറിയ കുട്ടി. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. മറ്റൊന്നുമല്ല, ആർമി മായ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ കുറിച്ചുള്ള ഒരു വീഡിയോ. അതായത് തന്റെ ടെലിപ്പതിയിലൂടെ കാണുന്ന കാര്യങ്ങൾ, കുറെ കാര്യങ്ങൾ പുള്ളി പറഞ്ഞിട്ടുണ്ട്, ഈ പെൺകുട്ടി പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും ഞെട്ടിക്കുന്ന നമ്മുടെ വാൽപ്പാറ നടന്ന ഒരു ദുരന്തം, ആ ബസ് അപകടം, അത്രയും അധ്യാപകരും 3 കുട്ടികളൊക്കെ 16 പേര് അടങ്ങുന്ന ആ ഒരു ദുരന്തം, അത് ഈ പെൺകുട്ടി ഒരാഴ്ചക്ക് മുമ്പേ പ്രവചിച്ച് കൃത്യമായി എത്ര പേരുണ്ട്, എവിടെയാണ് സംഭവിക്കുന്നത് ഒക്കെ വളരെ കൃത്യമായിട്ട് ഈ പെൺകുട്ടി പ്രവചിച്ചിരുന്നു. അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തു. ഈ പെൺകുട്ടിയുടെ വണ്ടിയും ഈ പറയുന്ന അപകടം പറ്റിയ ആ ഒരു വണ്ടിയും വണ്ടി നമ്പരും ഒരേ നമ്പറായിരുന്നു എന്ന് തുടങ്ങുന്ന അത്ഭുതം. അതുമല്ല, ഈ പറയുന്ന നമ്മുടെ വയനാട് ദുരന്തമായിക്കോട്ടെ, അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മളെ ഭയങ്കര അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ഈ പെൺകുട്ടി പോസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ അതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ഇട്ടു. അപ്പോൾ ഇപ്പോൾ ഈ പെൺകുട്ടി ഞെട്ടിക്കുന്ന 2 പ്രവചനങ്ങൾ കൂടി നടത്തിയിട്ടുണ്ട് എന്നുള്ളത്. ഞെട്ടിപ്പോകുന്നതാണ്. ഒന്നത് കേരളത്തിൽ നടക്കും, മറ്റൊന്ന് കേരളത്തിലുള്ള വേറെ ഏതോ സംസ്ഥാനത്തായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ പെൺകുട്ടി 2 പ്രവചനവും കൂടി നടത്തിയിട്ടുണ്ട്. അത് നമ്മുടെ മറുനാടൻ മലയാളി എക്സ്ക്ലൂസീവ് അതിനകത്ത് ഈ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ട്, ആ ഇന്റർവ്യൂക്കകത്താണ് ഈ പെൺകുട്ടി പറയുന്നത്, ഈ പെൺകുട്ടി ഈ ഒരു പ്രവചനം പറയുന്നത്. പെൺകുട്ടി ഈ എന്ത് ചെയ്തിട്ടില്ല, തന്റെ ഇൻസ്റ്റയിൽ ഇത് പോസ്റ്റ് ചെയ്തിട്ടില്ല. ഇവർക്കൊരു ഗ്രൂപ്പ് ഉണ്ട്, അതായത് ടെലിപ്പതി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിനകത്ത് പെൺകുട്ടി പോസ്റ്റ് ചെയ്ത് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാൻ പേടിയാണ് എന്നൊക്കെയാണ് പറയുന്നത്. ഇനി ആദ്യം ഈ പെൺകുട്ടി എന്താണ് ഈ പറയുന്ന വാൽപ്പാറ ദുരന്തത്തെ കുറിച്ച് ഇട്ട പോസ്റ്റ്, അതെന്തായിരുന്നു ഈ പെൺകുട്ടി ഇട്ട പോസ്റ്റ്? എന്റെ ആദ്യ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും. അത് കാണാത്തവർക്ക് ഇതിന്റെ ബാക്കിൽ പെൺകുട്ടി ഈ ഒരു ഇന്റർവ്യൂ അതിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് നമുക്ക് വയ്ക്കാം. അതിനു മുമ്പേ ഇപ്പൊ ഈ പെൺകുട്ടി പറയുന്ന എന്താ പറയുന്നത്, പ്രഡിഷൻസ് ഇതിനെ ചിലവർ പറയുന്നുണ്ട് ഇത് ടെലിപ്പതി അല്ല, ഇത് സ്പിരിച്വൽ, അങ്ങനെ എന്തോ ആയിക്കോട്ടെ, എനിക്ക് ഇത്രേ അറിയാവൂ. ഈ പെൺകുട്ടി നേരത്തെ കാര്യങ്ങൾ കണ്ടിടുന്നു. എനിക്കൊരു ഞെട്ടലാണ് സംഭവം. ഇതിനൊരു ഒരു ഫേക്കായിട്ട് അങ്ങ് തള്ളിക്കളയാൻ പറ്റുന്നത്. കാരണം വാൽപ്പാറ ദുരന്തമൊക്കെ ഇത്ര കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അത് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്. ഒരു സംഭവമല്ല, ഒരുപാട് സംഭവങ്ങൾ ഈ പെൺകുട്ടി പറയുന്നുണ്ട്. ഇനി ഈ പെൺകുട്ടി ഇപ്പൊ പറഞ്ഞ പ്രവചനങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഞാൻ കഴിഞ്ഞ ദിവസം വീണ്ടും ഒരു ടെലിപ്പതി ചെയ്തായിരുന്നു. അതിൻ്റെത് ഞാൻ പോസ്റ്റ് ഇട്ടില്ല. കാരണം പോസ്റ്റ് ഇടാൻ ഇപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു ഭയങ്കര ഒരു ടെൻഷനായിട്ടിരിക്കുകയാണ് ഞാൻ. അപകടമായിട്ടാണോ? അതെ, അതും ഒരു അപകടമാണ്. പക്ഷേ ഇതിലെനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. എന്തെങ്കിലും ചെയ്യാമെന്നല്ല, ഇപ്പം കണ്ടത് ഒരു പ്രോപ്പർ പ്ലേസാണ്. ആ പ്ലേസിലുള്ള ഒഫീഷ്യൽസിനെ അറിയിച്ചാൽ ഒരു പക്ഷേ അതിനൊരു സെക്യൂർ എടുക്കും എന്നെൻ്റെ ഒരു തോന്നലുണ്ട്. അപ്പോൾ അത് ഞാൻ വിളിച്ച് പറഞ്ഞിട്ടില്ല. എനിക്കൊന്ന് നാളെ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്താലോ എന്നൊരു ആഗ്രഹമുണ്ട്. അതിപ്പം നമുക്ക് പ്രേക്ഷകരോട് പറഞ്ഞാൽ കുറച്ചുകൂടെ എൻ്റെ ഇനി അഥവാ അപകടം ഉണ്ടായാലും വ്യാപ്തി കുറയില്ലേ? ഓക്കെ, ഞാനത് കാണിച്ചു തരാം. ലാസ്റ്റ് ടെലിപ്പതിയാണ്. ഓക്കെ, ഇത് ഞാൻ ഫുള്ള് വായിക്കുന്നില്ല. കാരണം കണ്ട രീതിയിൽ ഞാൻ പറയാതെ കുറച്ചുകൂടെ അവെയറായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇപ്പോൾ ലാസ്റ്റ് കണ്ട ഒരു ടെലിപ്പതി എന്ന് പറയുന്നത് 2 കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. അതിലൊന്ന്, ഇതേപോലൊരു ബസ് നമ്മുടെ നാട്ടിലല്ലാതെ വേറൊരിടത്ത് ഉണ്ടാകാതിരിക്കാം. കാരണം ഇങ്ങനൊരു ട്രാജഡി വന്നുകൊണ്ട് ഇനി ഉണ്ടാകാൻ ചാൻസ് കുറവാണ്. പക്ഷേ അത് ട്രാവലറല്ല, വലിയൊരു ബസ്സാണ്. ഇതുപോലെ തന്നെ അതെനിക്കൊരു വാണിംഗ് ആയിട്ട് കിട്ടിയതാണ്. ഇതേപോലെ തന്നെ 16 പേര് അതിനകത്ത് സ്പോട്ടിൽ മരിക്കും എന്നുള്ള രീതിയിൽ എന്നെ ഒന്ന് വെല്ലുവിളിക്കുന്ന പോലെയാണ് എനിക്കൊരു ടെലിപ്പതിയായിട്ട് കിട്ടിയത്. പക്ഷെ അതിവിടെ ആയിരിക്കത്തില്ല എന്നതാണ് എൻ്റെ ഒരു ഇത് ഞാൻ കണ്ടെത്തിയത്. കാരണം നമ്മുടെ കേരളത്തിലല്ല, പുറത്താണ്. ഓക്കെ, ഈ പെൺകുട്ടി പറയുന്നത് ഇത് അതിനുശേഷം ഈ ഒരു സംഭവം കണ്ടു, വീണ്ടും ടെലിപ്പതി വഴി കണ്ടു. പുള്ളി പറയുന്നത് ഉറങ്ങുമ്പോഴൊന്നും അല്ല, അങ്ങനെ സ്വപ്നം കാണുകയും അതിന് എന്തെങ്കിലും ജോലി ചെയ്തോട്ടിട്ട് ടപ്പേനെ മനസ്സിൽ കയറി വരുന്നെന്നാണ് പറയുന്നത്. അപ്പൊ ഈ പെൺകുട്ടി കണ്ടത് ഇതുപോലുള്ള ഒരു ട്രാവലർ, ഒരു ബസ്, അതിനകത്ത് കൃത്യം 16 പേരാണ്. അതിനകത്ത് 16 പേരാണ്. ആ 16 പേര് ഈ പറയുന്ന ബസ് കീഴ്പോട്ട് മറിഞ്ഞു പോകും. ഈ 16 പേരും മരിക്കും എന്നുള്ളൊരു സംഭവം ഈ പെൺകുട്ടി പറയുന്നത്. നടക്കുമോ ഈ പുള്ളി എല്ലാ പോസ്റ്റിങ്ങും ഇടുന്നുണ്ട്. നടക്കുമോ നടക്കാതിരിക്കുമോ എന്നെനിക്ക് അറിയത്തില്ല. ഇങ്ങനെ കണ്ടു എന്ന് പറഞ്ഞ് ഇടുന്നുണ്ട്. പക്ഷെ ഇട്ട പോസ്റ്റുകളെല്ലാം നടന്നതായിട്ടാണ് കാണുന്നത്. ഇനി നടക്കാത്ത ഏതെങ്കിലും പോസ്റ്റ് ഡിലീറ്റ് ചെയ്തു എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഇട്ടതൊക്കെ നടന്നു എന്ന് പറഞ്ഞാൽ ഈ ഒന്ന് മാത്രമേ നടന്നു എന്ന് നമ്മൾ പറഞ്ഞാൽ വളരെ കൃത്യമായിട്ട് അത് എങ്ങനെ പ്രവചിക്കാൻ കഴിയുന്നു എന്നുള്ളത് ഒരു സംഭവം തന്നെയാണ്. അതായത് പെൺകുട്ടി പറയുന്നത് ഇത് കേരളത്തിനാവാനുള്ള ചാൻസസ് വളരെ കുറവാണ് എന്ന് പറയും. അടുത്ത ഒരു പ്രവചനം, അതാണ് നമ്മുടെ കേരളീയരെ ബാധിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഞെട്ടിപ്പോകുന്ന മറ്റൊരു സാധനം. അത് കേൾക്കാം.
പക്ഷെ അതും ഇതേപോലെ തന്നെ ബാക്കിലോട്ട് ഫ്ലിപ്പായി പോകുന്നതായിട്ടാണ്. അതായത് പുറമോട്ട് ഉരുണ്ടുപോയി വലിയൊരു ഇതിലോട്ട് വീഴുന്നതായിട്ട്, താഴ്ചയിലോട്ട് വീഴുന്നതായിട്ടാണ് കണ്ടത് ഒരു ടെലിപ്പതി. പിന്നെ ഒന്ന് കണ്ടത് നമ്മുടെ ആതിരപ്പള്ളി പോലെ വലിയൊരു വെള്ളച്ചാട്ടമാണ്. അത് ആതിരപ്പള്ളി തന്നെയാണ് എനിക്ക് പിന്നെ ഞാൻ ചെയ്തപ്പം കണ്ടത്. അപ്പോൾ അത് ആതിരപ്പള്ളിയിലെ ഒഫീഷ്യൽസിനെ എനിക്കൊന്ന് അറിയിക്കണമെന്ന് വിചാരിച്ച് ഞാൻ ഇരിക്കുന്നു. അപ്പോൾ അതേപോലെ തന്നെ ഒരു വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഒരു കുട്ടി മേളിൽ നിന്ന് പാറയിലോട്ട് വീഴുന്നതായിട്ടാണ് കണ്ടത്. അത് മനസ്സിലായ. ആതിരപ്പള്ളി വെള്ളച്ചാട്ടം, ആതിരപ്പള്ളി തന്നെ എന്നാണ് ഈ പെൺകുട്ടി പറയുന്നത്. അവിടെ നിന്ന് ഒരു കുട്ടി മുകളിൽ നിന്ന് പാറയിലോട്ട് വീഴുന്നതാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ഒഫീഷ്യലായിട്ട് വിളിച്ച് അവിടെയുള്ളവരായിട്ട് വിളിച്ച് ഇതൊക്കെ സംസാരിക്കണം, ഇതെങ്കിൽ അങ്ങനെയൊക്കെ ഇത് പ്രിവെന്റ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ പെൺകുട്ടി പറയുന്നത്. ഇനിയുണ്ട് ബാക്കി കേട്ടോ. ഞാൻ വീണ്ടും രണ്ടാമത് ചെയ്തപ്പം അത് 3 പേരായിട്ടാണ് കണ്ടത്. 3 പേര് വെള്ളത്തിൽ പോകും, താഴെ പോകും. അതിലൊരാളാണ് അപകടത്തിൽപ്പെടുന്നത്. അതൊരു ചെറിയ കുട്ടിയായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇതിപ്പോൾ ലാസ്റ്റായിട്ട് കണ്ട 2 ടെലിപ്പതിയാണ്. ഈവൻ ഞാനത് ഒരുപാട് പേരോട് പറഞ്ഞിട്ടുണ്ട്. ഈവൻ അതിൻ്റെ തീവ്രത കുറയാനായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? പിന്നെ ഇവർ വീണ്ടും ടെലിപ്പതി ചെയ്തപ്പോൾ ഇവർക്ക് മനസ്സിലായത് 1 അല്ല 3 പേരായിട്ടാണ് താഴോട്ട് പോകുന്നത്. അതിൽ ഈ ഒരു കുട്ടി മരിക്കുമെന്നുള്ളതാണ്. ഈ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിലാണ് ഇത് സംഭവിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആതിരപ്പള്ളി വെള്ളച്ചാട്ടം പോലെയാണ് എനിക്ക് തോന്നിയത്. അവിടുത്തെ അധികാരികളെ വിളിച്ച് കാര്യങ്ങൾ പറയുമെന്ന് പറയുന്നത് ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് എന്നുള്ളതാണ്. ഇതിപ്പോൾ നമുക്കിത് നടക്കുമ്പോൾ കാണാമെന്ന് എന്ന് നമുക്ക് ആഗ്രഹിക്കാനും പറ്റത്തില്ല. കാരണം ഇത് നടക്കാതിരിക്കട്ടെ എന്നാണ് നമുക്ക് എല്ലാവർക്കും ആഗ്രഹം. അങ്ങനെ ഒരു ദുരന്തം ഉണ്ടാകാതിരിക്കട്ടെ എന്നുള്ളതാണ്, അല്ലേ? നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും ദുരന്തങ്ങൾ ഓരോ ദിവസവും ഉണ്ടായിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. ഇനി ഇതും ശരിയാവുകയാണെങ്കിൽ, മനസ്സിലായോ, നമ്മൾ ഇതും ശരിയാവുകയാണെങ്കിൽ ആലോചിച്ചത് ഇത് എനിക്ക് മനസ്സിലായത് ഇത് എന്താണ്, ടെലിപ്പതിയാണോ, ഇനി സ്പിരിച്വലായിട്ട് എനിക്കൊന്നും പലരും പറയുന്ന ടെലിപ്പതി ഇങ്ങനെയല്ല എന്നൊക്കെ പലരും കമന്റ് ചെയ്യുന്നുണ്ട്. ഈ പെൺകുട്ടി പറയുന്നു ടെലിപ്പതിയാണെന്ന്. ഇനി ഇതോടെ ഈ 2 എണ്ണം അവെയറായിട്ട് ഇരുന്നോളൂ. ഇതൊക്കെയാണ് പറയുന്നത്. ഇത് നമുക്ക് നടന്നു കഴിഞ്ഞിട്ട് നടക്കണമെന്ന് നമുക്ക് വിചാരിക്കാനും പറ്റത്തില്ല എന്നതാണ്. ദുരന്തമാണല്ലോ. ഇനി എന്താണ് ഈ വാൽപ്പാറ ദുരന്തവുമായി ബന്ധപ്പെട്ട് പെൺകുട്ടി എന്താണ് പറഞ്ഞത്? കേൾക്കാത്തവർ കേൾക്കണം, ഞെട്ടിപ്പോകും എന്നുള്ളതാണ്. നമ്മുടെ വാൽപ്പാറ ദുരന്തം കണ്ടത് എനിക്ക് വരയ്ക്കാൻ അറിയുന്നത് ഞാൻ കൃത്യമായിട്ട് അത് വരച്ചുൾപ്പെടെ ഞാനത് ആൾക്കാരിലോട്ട് എത്തിച്ചേനെ. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ട് എനിക്ക് വരയ്ക്കാൻ അറിയുമായിരുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ആളെ ഉൾപ്പെടെ അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് വരയ്ക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ ഞാൻ അന്ന് കണ്ട കാര്യം ഇതേപോലെ തന്നെ ഒരു വണ്ടി ഈ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നു, മീൻസ് ടോപ്പ് കാണുന്നു, ആ ടോപ്പിൽ നിന്ന് വണ്ടി താഴോട്ട് ഉരുണ്ട് പോകുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. പക്ഷെ അവിടെ ഒരു ദൃശ്യം പോലെ കാണാം. അത് എനിക്ക് ആ ദൃശ്യം പോലെ തന്നെ കാണാം. അത് ഉരുണ്ട് പോകുന്നതും താഴ്ചയിൽ പോകുന്നതും ആൾക്കാർ ചെതറി പോകുന്നതും അതിൽ 3 കുട്ടികളുണ്ടായിരുന്നതും എല്ലാം എനിക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെ അങ്ങ് ഫുൾ ഇതായിട്ട് പോസ്റ്റ് ഇടാനും പറ്റത്തില്ല. കാരണം നമ്മുടെ ജനങ്ങളെന്ന് പറയുന്നത് ഏത് രീതിയിൽ എടുക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഈ പെൺകുട്ടി പറയുന്നുണ്ട് വളരെ കൃത്യമായിട്ട്. എങ്ങനെ കൃത്യമായിട്ട് പറയുന്നു എന്ന് എനിക്ക് അറിയത്തില്ല. ഇവർക്കൊരു ദൃശ്യമായിട്ട് കാണാൻ സാധിക്കും. സിനിമ കാണുമ്പോൾ പുള്ളിക്ക് കാണാൻ പറ്റും. ഉറങ്ങുമ്പോൾ എന്നല്ല, പല ജോലികളിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ശ്രീനന്ദയെ കുറിച്ചും ഈ പെൺകുട്ടി ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ശ്രീനന്ദ മരിച്ചു പോകും, വെള്ളത്തിനടുത്തധികം കിട്ടുന്നത്, മരണപ്പെട്ടു പോയി എന്ന് ശ്രീനന്ദയെ കുറിച്ച് പറഞ്ഞു. ഈ ശ്രീനന്ദയെ ടെലിപ്പതി ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഈ ഒരു സംഭവം ഇവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കയറി വന്നതെന്ന് ഈ പെൺകുട്ടി പറയുന്നത്. ഓക്കെ. അതുമല്ല ഈ വരുന്നതും ഈ ബസ് താഴ്ന്നു പോകുന്നതും കുട്ടികൾ തെറിച്ചു പോകുന്നതും ചെതറി പോകുന്നതും വളരെ കൃത്യമായിട്ട് കണ്ടു. പക്ഷെ അതെല്ലാം കൂടി എനിക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ആ പോസ്റ്റ് ഇതിനകത്ത് ഉണ്ട്. കാണാത്തവർക്കാണെങ്കിൽ അവർ എന്താണ് ആ പോസ്റ്റ് ഇട്ടത്, അതായത് ഈ സംഭവം നടക്കുന്നതിന് 7 ദിവസം മുമ്പാണ് ഈ പോസ്റ്റ് ഇട്ടത്. അതിനകത്ത് അവിടെ ചിലർ മറുപടി ചോദിക്കുന്നത്, ചിലർ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എവിടെയാണെന്ന് അറിയുന്നത് കൃത്യമായിട്ട് പോയി തമിഴ്നാട് ഈ പറയുന്ന കേരളം അവിടെ നിന്ന് വരുന്ന ഒരു വണ്ടിയാണ്, അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന വണ്ടിയാണ്, അവിടെ ഈ സ്ഥലം കാണാനുള്ളത്. പക്ഷെ എവിടെയാണെന്ന് എനിക്കറിയാം. വളരെ കൃത്യമായിട്ട് ഞെട്ടിപ്പോകുന്ന തരത്തിലുള്ള സംഭവങ്ങളാണ്. ബാക്കിയേക്കാം. ഈവൻ ഈ ഒരു വിനോദസഞ്ചാരികൾ പോകുന്ന ഒരു വണ്ടി, അത് ട്രാവലറായിട്ട് തന്നെയാണോ കണ്ടത്? അതെ. ഞാനൊരു ഇതായിട്ട് കാണുന്നത് ഒരു ബസ് തന്നെയാണ് കാണുന്നത്, ബസ്സിനകത്ത്. പക്ഷെ എനിക്ക് കൃത്യമായിട്ട് ഞാൻ പറയുന്നത് ഇവർ തന്നെയാണെന്ന് പറയാൻ കാരണം സ്കൂളിലെ കുട്ടികളല്ല. അത് ഞാൻ കൃത്യമായിട്ട് കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ 3 കുട്ടികളുടെ കാര്യം മാത്രം വായിക്കാം. വലിയൊരു അപകടം. അതായത് ബസ് കൊക്കയിൽ താഴ്ചയിൽ മറിഞ്ഞ് 3 കുട്ടികളടക്കം 16 പേരോളം ഈ അവധിക്കാലത്ത് മരിക്കുന്നതായി കാണുന്നു. പോകുന്നവരെല്ലാം വളരെ ശ്രദ്ധിക്കുക എന്നുള്ളതായിരുന്നു ആ പോസ്റ്റ്.
അത് കിട്ടിയത് അങ്ങനെയാണ്. അതായത് വിനോദസഞ്ചാരം ചിലപ്പോൾ ഏതെങ്കിലും കുടുംബശ്രീ ചേച്ചിമാരാകാം ഒന്നിച്ചു പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനകളുടെ ഭാഗമായിട്ട് പോകുന്നത്. എന്തായാലും സ്കൂളിൽ നിന്നല്ല, അത് ഞാൻ കൃത്യമായിട്ട് ഞാൻ പറയുന്നുണ്ട്. അതിനകത്ത് വിനോദസഞ്ചാരത്തിന് പോകുന്ന ഈ സമയത്തുള്ള അതിനകത്ത് 3 കുട്ടികളെ ഉള്ളൂ. കാരണം സ്കൂളിൽ നിന്നും അങ്ങനെ പോകുകയാണെന്നുണ്ടെങ്കിൽ 3 കുട്ടികളെ അല്ലല്ലോ സ്കൂളിൽ നിന്ന് കൊണ്ടുപോകുന്നത്, ഒരു ക്ലാസ്സിലെ കുട്ടികളെല്ലാം ഉണ്ടാവും. അവിടെയാണ് എന്നെ ഞെട്ടിച്ചത്. കൃത്യമായിട്ട് 3 കുട്ടികൾ 16 അംഗം എങ്ങനെ പറയുന്നു, അത് 7 ദിവസം മുമ്പ് പറയുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാതിരിക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരു സ്കൂളിലെ പല കുട്ടികളും ഉണ്ടാവാം. പക്ഷെ ഞാൻ അതിനകത്ത് കൃത്യമായിട്ട് ഞാൻ കണ്ടത് തന്നെ ഞാൻ പറയുന്നു, അതിനകത്ത് 16 പേരോളം ഉണ്ട്, അതിൽ 3 കുട്ടികളാണ്. കണ്ടത് കേരളത്തിൽ നിന്നും പുറത്തേക്ക് പോകുന്നതോ അതോ പുറത്തു നിന്ന് അകത്തേക്ക് വരുന്നതോ എങ്ങനെയായിരുന്നു കണ്ടത്? ഇത് ഞാൻ രണ്ടാമത് അനലൈസ് ചെയ്ത് നോക്കിയപ്പം കേരളത്തിൽ നിന്ന് കടന്ന് അവിടെ നിന്ന് തിരിച്ചു വരുന്ന രീതി തന്നെയാണ് കണ്ടത്. അതായത് മലയാളികൾക്കാണ് വരുന്നത്, അത് ഷുവറാണ്. മലയാളികൾക്കല്ലേ തമിഴ്നാട്ടുകാർക്ക്, ഈ 2 ഏരിയ അല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ ചേർന്ന ആൾക്കാർക്ക്, അത് ഞാൻ കൃത്യമായിട്ട് പോസ്റ്റിലും ചേർത്തിട്ടുണ്ട്. ഇതിൽ എന്നെ ഏറെ ഞെട്ടിച്ച് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിധിയെ വെല്ലുവിളിച്ചത് കൊണ്ടാണോ എന്താണെന്ന് അറിയത്തില്ല, ഇൻസിഡൻ്റായിട്ട് ഈ ആക്സിഡൻറ്റ് നടന്ന വണ്ടിയുടെ നമ്പറും എൻ്റെ 2 വീലറിൻ്റെ നമ്പറും സെയിം ആണ്. 7288 എന്നുള്ള നമ്പറിലുള്ള വണ്ടിയാണ് ആക്സിഡൻ്റ് ആയത്. അതേപോലെ തന്നെ എൻ്റെ വണ്ടി നമ്പറും സെയിം ആണ്, 7288 ആണ്. രജിസ്ട്രേഷൻ വേറെ ആണെങ്കിലും 2 വണ്ടി നമ്പറും സെയിം ആണ്. ഞാൻ വിധിയെ വെല്ലുവിളിച്ചത് കൊണ്ട് ചിലപ്പോൾ എനിക്ക് കിട്ടിയൊരു വാണിംഗ് ആയിരിക്കാം. ഇത് അടുത്ത ഞെട്ടലാണ്, മനസ്സിലായി. ഇതെല്ലാം പറഞ്ഞ് ഇവിടെ 7 ദിവസം മുമ്പ് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടുന്നു, ഇങ്ങനെ ഒരു അപകടം സംഭവിക്കുമെന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇടുന്നു. അത് കേരളത്തിലോ ഈ പറയുന്ന തമിഴ്നാട് ആ ഭാഗത്താണ് എന്ന് പറയുന്നു. 16 പേര് 3 കുട്ടികളെ ഉണ്ടെന്ന് പറയുന്നു. അതിനകത്ത് ഇവരെല്ലാം മരിക്കുമെന്ന ഒരു പെൺകുട്ടി പറഞ്ഞത്. പക്ഷെ അവർ പറയുന്നത് മുമ്പേ അറിഞ്ഞ് ഇങ്ങനെ എന്റെ തീവ്രത കുറയാം എന്നൊക്കെ പെൺകുട്ടി പറയുന്നുണ്ട്. അവസാനമാണ് പെൺകുട്ടി അറിയുന്നത് ഈ പെൺകുട്ടിയുടെ വണ്ടി നമ്പരും 7258 അങ്ങനെ എന്തോ, ഈ വണ്ടി നമ്പറും ഈ അപകടം നടന്ന വണ്ടി ട്രാവലറുടെ വണ്ടി നമ്പറും സെയിം ആണ് എന്നുള്ളത്. അത് വിധിയെ വെല്ലുവിളിച്ചത് കൊണ്ട് തനിക്ക് ഈ പറയുന്നത് എന്നൊരു വാണിംഗ് ആയിട്ടാണ് പെൺകുട്ടി കാണുന്നത് എന്നുള്ളതാണ്. പെൺകുട്ടി ലാസ്റ്റ് പറയുന്നുണ്ട്, അതാണ് ഞാൻ എന്തൊക്കെയായാലും എനിക്ക് പേടിയൊന്നുമില്ല, ഞാൻ എന്നെ മരിച്ചു പോയാലും പ്രശ്നമില്ല, ഞാൻ ഇതൊക്കെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും. അതിനുശേഷമാണ് ഈ ഒരു പ്രവചനം നടത്തിയതിനു ശേഷമാണ് ഇപ്പോൾ ഒരു 2 പ്രവചനം നടത്തിയിരിക്കുന്നത്. അതായത് ഇതുപോലെ ഒരു 16 അംഗ സംഘം ഒരു ബസ്സിൽ മരിക്കുമെന്നുള്ള സാധനവും അതിൽ 16 പേര് മരിക്കും, അതും അത് കൊക്കയിലോട്ട് മറിയുന്നതാണ്. അതുപോലെ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൽ 3 കുട്ടികൾ എന്ത് ചെയ്യും, വെള്ളത്തിലോട്ട് വീഴും, അതിൽ ഒരു കൊച്ചുകുട്ടി മരിക്കും എന്ന് പറയുന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് നടത്തിയിരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതിലൊന്നും അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളല്ല, പക്ഷെ നമ്മുടെ കൺമുമ്പിൽ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ വിശ്വസിക്കാതിരിക്കാനും പറ്റത്തില്ല. ഒരു സംഭവമല്ല, ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ കുംഭമേളയുടെ ആ ഒരു ദുരന്തം കൃത്യമായിട്ട് പ്രവചിച്ചിട്ടുണ്ട്. ഈ പറയുന്ന വയനാടിന്റെ സംഭവം കൃത്യമായിട്ട് പ്രവചിച്ചിട്ടുണ്ട്. ഈ അർജുനന്റെ കേസ്, ലോറി മറിഞ്ഞ് അർജുൻ മരിച്ചു കിടക്കുന്നത് എവിടെയാണ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് പോലീസുകാരൊക്കെ അങ്ങോട്ട് പോയൊക്കെ തിരക്കുമ്പോൾ ഇന്നടത്താണ് അർജുൻ ഉള്ളത് എന്ന് വളരെ കൃത്യമായിട്ട് ഇവള് പ്രവചിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വിശ്വസിക്കാനും പറ്റില്ല, വിശ്വസിക്കാതെ ഇരിക്കാനും പറ്റാത്തൊരവസ്ഥ. നിങ്ങളുടെ അഭിപ്രായം മസ്റ്റായി കമന്റ് ചെയ്യൂ. നമുക്ക് വേണ്ടി കാണാം. ശരി.